തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിക്കൊണ്ടുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. AKH സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. യോഗശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കാണുക. അതേസമയം മുതിർന്ന നേതാവ് EP ജയരാജൻ യോഗത്തിന് എത്തിയിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തോൽവിയുടെ കാരണങ്ങൾ പഠിച്ച് തിരുത്തുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അല്ല, ഞങ്ങളെല്ലാം പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപ്പറ്റി ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലും പഠിക്കണം. എല്ലാ ജില്ലകളിലും പാർട്ടി വിലയിരുത്തും. വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകും. ഒരു പാർട്ടിക്കും ഇടതുപക്ഷത്ത് മുൻകൂട്ടി കാണാനാകാത്ത അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലെയും ഫലം പരിശോധിക്കും. അതൊരു വലിയ വിപത്താണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ BJP 3 സീറ്റുമായിട്ട് അസംബ്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ മതേതര ശക്തികളും ഗൗരവമായിട്ട് കാണും. ആ 3 സീറ്റിലെ വിജയം മാത്രമല്ല, BJPക്ക് 6 2ാം സ്ഥാനമുണ്ട്. അതൊരു ഗൗരവപ്പെട്ട വെല്ലുവിളിയാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്നുള്ള തീരുമാനം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ പ്രതികരണം ഇതുവരെയും മൗനമാണ്. പിണറായി വിജയൻ പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്മൃതി, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ തീരുമാനം സ്വാഭാവികമായും ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്ത് അംഗീകാരം നേടേണ്ടതുണ്ട്. ഒപ്പം പോളിറ്റ് ബ്യൂറോയുടെ കൂടി യെസ് കിട്ടേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് ആരാണ് എന്നറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നു. 2 തരത്തിലുള്ള വാദങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന വാദം മുതിർന്ന നേതാക്കൾക്കുണ്ട്. എങ്കിൽ ഇത്ര വലിയ തോൽവി നേരിട്ട പശ്ചാത്തലത്തിൽ മുഖം മാറട്ടെ എന്ന വാദം മധ്യനിരയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളും പങ്കുവയ്ക്കുന്നു. അവർ മുന്നിൽ കാണുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെയാണ്. മറ്റൊന്ന് സ്മൃതി ചോദിച്ച കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും ആ തെരഞ്ഞെടുപ്പിൽ LDFനെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങളോട് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി പോലും ഇട്ടില്ല. അല്ലെങ്കിൽ പാർട്ടി മുഖപത്രത്തിൽ ഒരു എഴുത്തുപോലും അത് സംബന്ധിച്ച് ഉണ്ടായില്ല. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചന രാവിലെ CPM നേതൃത്വങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ അതുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം വൈകിട്ട് 4 മണിക്ക് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണും എന്ന് ഔദ്യോഗികമായി AKG സെന്ററിൽ നിന്ന് അല്പസമയം മുമ്പ് അറിയിച്ചു. പിണറായി വിജയൻ കാണുന്ന കാര്യം അറിയിച്ചിട്ടില്ല. ഇന്ന് തന്നെ പിണറായി വൈകിട്ട് തിരിച്ച് കണ്ണൂരിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണൽ ഉണ്ടാവില്ല. ഇനി അതല്ല, MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിനൊപ്പം പിണറായി വിജയൻ വരാനുള്ള ഒരു വിദൂര സാധ്യത ചില CPM നേതാക്കൾ പറയുന്നുമുണ്ട്. സ്മൃതി, ശരി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.